അഗ്നിസാക്ഷിയായി അരയാലിനും മാരിവേപ്പിനും മംഗല്യം. കല്യാണം കൂടാനെത്തിയവർക്ക് വിഭവസമൃദ്ധമായ സദ്യയും വിളമ്പി. കിണാവൂർ ഇടം ശ്രീ കിരാതേശ്വര ക്ഷേത്രത്തിലാണ് ഷോഡശ പാരമ്പര്യത്തിലുള്ള അത്യപൂർവമായ ചടങ്ങ് നടന്നത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. സർവാലങ്കാരങ്ങളോടെ വരൻ അരയാൽ. വാമഭാഗത്ത് മംഗല്യപ്പുടവയൊടുത്ത് മുല്ലപ്പൂമാലയണിഞ്ഞ് വധു ആര്യവയ്പും. ഹോമാഗ്നി തെളിഞ്ഞു. ശംഖനാദവും വാദ്യമേളവും കുരവയും ആർപ്പുവിളികളും ഉയർന്നു. അങ്ങനെ തേജസ്വിനിക്കരയിൽ അഗ്നിയെ സാക്ഷിയാക്കി അരയാൽ കല്യാണം നടന്നു. വെള്ളിയാഴ്ച പകൽ 9:30-നും 12:30-നും ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു വിഷ്ണുസങ്കല്പത്തിലുള്ള വൃക്ഷമായ അരയാലും ശ്രീഭഗവതിയുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന ആര്യവയ്പും തമ്മിലുള്ള വിവാഹം. കിണാവൂർ ഇടം ശ്രീ കിരാതേശ്വര ക്ഷേത്രത്തിലാണ് ഷോഡശ പാരമ്പര്യത്തിലുള്ള അത്യപൂർവമായ ചടങ്ങ് നടന്നത്. യദമന കൃഷ്ണൻ നമ്പൂതിരിയായിരുന്നു കർമ്മി. ആചാര്യവരണത്തോടെയായിരുന്നു അരയാൽ കല്യാണത്തിന്റെ തുടക്കം. പുലർച്ചെ ഗണപതി ഹോമത്തിന് ശേഷമാണ് വിവാഹ ചടങ്ങുകൾ ആരംഭിച്ചത്. അരയാൽ തറയിൽ ഹോമാഗ്നി തെളിയിച്ചു. ചമയങ്ങൾക്ക് ശേഷം ഉപനയനവും പൂജകളും. തുടർന്ന് ചരടിൽ കോർത്ത മംഗല്യത്താലി ആചാര്യൻ ആര്യവയ്പിനെ അണിയിച്ചപ്പോൾ കൂടി നിന്നവർ കുരവയിട്ടു. ആചാര്യനാണ് വധൂവരന്മാരുടെ പേരിൽ മംഗല്യ ചടങ്ങുകൾ നടത്തിയത്. ആരതിയും അഭിഷേകവും പ്രസാദ വിതരണവുമായി 3 മണിക്കൂറിലധികം നേരം ചടങ്ങ് നീണ്ടിരുന്നു. വിഭവസമൃദ്ധമായ കല്യാണ സദ്യയും ഉണ്ടായിരുന്നു. ആലുവ തന്ത്രവിദ്യാപീഠത്തിലെ പ്രിൻസിപ്പലും താന്ത്രികാചാര്യനുമായ ബാലകൃഷ്ണഭട്ട് അരയാൽ കല്യാണത്തിന്റെ മഹിമ വിവരിച്ചു. പ്രകൃതി ആരാധനയുടെ ഭാഗമാണ് അരയാൽ വേളിയെന്നും പഞ്ചഭൂതോപാസനയിൽ അധിഷ്ഠിതമായ പ്രകൃതി ആരാധനയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത ചടങ്ങ് വിവാഹം എന്നുള്ളതാണ്. പ്രതീകാത്മകമായിട്ടാണ് വിവാഹമെങ്കിലും ചെയ്യുന്നത് ആചാര്യനാണ്. സാധാരണ പോലെ തന്നെ താലി വേപ്പിന് ചാർത്ത. വേപ്പ് എന്ന് പറയുന്നത് ശ്രീഭഗവതിയായിട്ടും അരയാലം എന്നുള്ളത് വൈഷ്ണവ സ്വരൂപമായിട്ടുള്ള വിഷ്ണു സ്വരൂപമായിട്ടുള്ള ഒരു പുരുഷനായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടത്തിലേക്ക് കടന്നു നിൽക്കുമ്പോൾ നിർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടാചാര പ്രകാരം ഏത് രീതിയിലാണോ താലി കെട്ടുമ്പോൾ ഉണ്ടാവുന്നതായിട്ടുള്ള വിശേഷങ്ങൾ, ആഘോഷങ്ങൾ, കുറവിടെങ്കിൽ കുറവിടാം, ആർപ്പുവിളിയാണെങ്കിൽ ആർപ്പുവിളിയിടാം, അതിനു വേണ്ടിയിട്ടാണ് നിർത്തിച്ചത്. ഈ നാട്ടിൽ ഏത് സമ്പ്രദായമാണോ ആ സമ്പ്രദായം അനുസരിച്ച് വേണം വിവാഹം ആഘോഷിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ നിർത്തി നിങ്ങൾ പറയാൻ കാരണം. അപ്പോൾ എങ്ങനെയാണ് സാധാരണ വീടുകളൊക്കെ താലി കെട്ടുന്ന സമയത്ത് സ്ത്രീകൾ വായ്പുറവിടെങ്കിൽ വായ്പുറവിടാം, ആർപ്പുവിളികളുണ്ടെങ്കിൽ ആർപ്പുവിളിയിടാം. ഏതായാലും താലി കെട്ടുന്ന സമയമാണ്, മേളം തുടങ്ങും, ശംഖ് വിളിക്കും. ആ സമയത്ത് ആചാര്യൻ താലി ഈ അരയാൽ വൃക്ഷത്തിന്റെ പുരുഷന് വേണ്ടിയിട്ട് വേപ്പിന് വധുവായിട്ട് സങ്കല്പിച്ചിട്ട് താലി കെട്ടുന്ന ചടങ്ങാണ്. ക്ഷേത്രത്തിലെ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ വളരെ വിരളമായി മാത്രം കാണാറുള്ള അരയാൽ കല്യാണം നടന്നത്. ഈ വിവാഹവേളയിൽ 33 കോടി ദേവഗണങ്ങളും പുഷ്പവൃഷ്ടി നടത്താൻ എത്തുമെന്നാണ് ഐതിഹ്യമെന്ന് ആചാര്യന്മാർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, നെല്ലേശ്വർ.